നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് 95% ആൾക്കാർക്കും മനസ്സിലാവില്ല എന്താണ് ഇവൻ പറയുന്നത്, എന്താണ് ഇവന്റെ ഉദ്ദേശം മനസ്സിലാവില്ല. കാരണം യു ബിലോങ്സ് ടു 95%. നിങ്ങൾ പ്രോഗ്രാംഡ് ആണ്, നിങ്ങൾ ആ ഒരു ചെറിയ ബുദ്ധിക്കുള്ളിൽ അടങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, പക്ഷെ 5% ആൾക്കാരുണ്ട്. അതിനെനിക്ക് വളരെ എവിഡൻസ് ഉണ്ട്. എനിക്ക് കുറച്ച് മെസ്സേജ് ഒക്കെ വരാണ്, ചേട്ടാ വീഡിയോസ് എല്ലാം കൊള്ളാം, പക്ഷെ നടക്കും ചേട്ടാ, എന്നാലും കുഴപ്പമില്ല, സപ്പോർട്ട് ഉണ്ട് ചേട്ടാ. അപ്പൊ ആ ഒരു 5% ആൾക്കാർ പെർഫെക്റ്റ്ലി ഇവിടെ അലൈൻഡ് ആണ്. അതോടൊപ്പം തന്നെ എന്റെ വീഡിയോസ്, എന്റെ എഡിറ്റ് ചെയ്യുന്ന കുറെ വീഡിയോസ് ആണെങ്കിൽ, ഈ പറയുന്ന ഫ്യൂച്ചറിസ്റ്റ് കാണുന്ന വീഡിയോസ് ആണെങ്കിൽ, ഇതെല്ലാം വേറെ ആൾക്കാർ ചെയ്ത് എനിക്ക് തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവർക്ക് ഈ കാര്യങ്ങൾ കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ അതിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഈ ഭൂമിയെല്ലാം ഞാൻ തണുപ്പിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം ഇതാണ് ഇതുപോലെ വിഡ്ഢികൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആകാശത്ത് സൂര്യനിൽ എന്തോ പൊട്ടിത്തെറി കിടപ്പുണ്ട്. അപ്പൊ ഇനി അൾട്രാവയലറ്റ് കൂടും, ഈ പറയുന്ന രശ്മികൾ കൂടും, ചൂട് കൂടും. തലച്ചോറിൽ ചെറിയ കളിമണ്ണ് പോലും ഇല്ലാത്ത ആൾക്കാർക്ക് ചിന്തിച്ചറിയാൻ, ലോകത്തിലെ എല്ലാവിധ മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്നു, കാട് വെട്ടിക്കൊണ്ടിരിക്കുന്നു, ഭൂമിയിൽ വെള്ളം ഇല്ലാതാക്കാനുള്ള പരിപാടി നോക്കുന്നു. അംബാനിക്കെല്ലാം കാർബൺ സൂണ് കൊണ്ടുവന്നു. ഇവിടെ 2040 കാർബൺ സൂണ് കൊണ്ടുവന്നു. ആൾക്കാർക്കെല്ലാം പ്രാണവായു വിൽക്കണം. അപ്പൊ അതിനുവേണ്ടി അവരിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് സൂര്യന്റെ തലയിൽ വെച്ച് കൊടുക്കുന്നു. സൂര്യനിൽ നടക്കുന്ന കാര്യം വിഡ്ഢികൾ എങ്ങനെ അറിയാൻ പോകുന്നത്? അപ്പൊ ഇതെല്ലാം ഏറ്റവും ശുദ്ധമായ വിഡ്ഢിത്തരം തന്നെയാണ്. അത് വിശ്വസിക്കുന്ന കുറെ 95% ആ ഒരു ഫൂൾസ് ഉണ്ട് വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാനപ്പോ നാടൻ രീതിയിൽ ഈ പറയുന്ന അഡ്മെല്ലെല്ലാം ഞാൻ പോയി നിൽക്കുമ്പോൾ, എന്റെ ആശ്രമത്തിൽ പോയി നിൽക്കുമ്പോൾ അവിടെ ഫുള്ള് തണുപ്പാ, യാതൊരു ഫാനോ എ സി ഒന്നും വേണ്ട. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇവിടെ എത്തിക്കുന്നതാണ്, ഈ പറയുന്ന വേൾഡ് കംപ്ലീറ്റ് ആയിട്ട് എത്തിക്കുന്നതാണ്. ഓക്കെ, എ സി കമ്പനി, മൾട്ടിനാഷണൽ കമ്പനീസ് എല്ലാം കൂടി വെട്ടിക്കളയുമ്പോൾ ഞാൻ രണ്ടാമത് പുനഃസൃഷ്ടിക്കാം. ഓക്കെ, അപ്പൊ അതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ എന്റെ യങ്സ്റ്റേഴ്സ്, എന്റെ കൂട്ടുകാരെല്ലാവരും പുറത്തുപോയിട്ട് നരകജീവിതം ജീവിക്കുന്നു. ഡിപ്രഷനും കാര്യങ്ങളെല്ലാം കുറെ പേര് സൂയിസൈഡ് ചെയ്യുന്നു. പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഡ്രഗ്സും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ആ ഒരു പോക്കറ്റ് മണിക്ക് എല്ലാം വേണ്ടിയിട്ട്, ആ ഒരു സെക്സിന് വേണ്ടി, എല്ലാത്തിനും വേണ്ടി ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഈ രീതിയിലെല്ലാം എനിക്ക് ഡാറ്റ അറിയുന്ന കാര്യം. നിങ്ങൾ പക്ഷേ നിങ്ങൾ 20 ലക്ഷം 30 ലക്ഷം എല്ലാം കൊടുത്ത് വിഡ്ഢികൾ അങ്ങോട്ട് വിട്ടു. ഇപ്പോഴും പിള്ളേർ ഒഴുകിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഫ്യൂച്ചർസ് അറിയാതെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം എനിക്ക് കട്ട് ചെയ്യണം. എന്നിട്ട് അവരെല്ലാം തിരിച്ചിവിടെ കൊണ്ടുവരണം. ഓക്കെ, അച്ഛനും അമ്മയുടെ ഒപ്പം ഒക്കെ ജീവിക്കട്ടെ സന്തോഷമായിട്ട്, ഞാൻ ജീവിക്കുന്ന പോലെ തന്നെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, സമസ്ത പ്രപഞ്ചത്തിന് സന്തോഷം ഉണ്ടായാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. എന്റെ കൂട്ടുകാരാണെങ്കിലും, എന്നെ യാതൊരു പരിചയമില്ലാത്തവരാണെങ്കിലും, എന്നെ തെറി പറയണവരാണെങ്കിലും, എനിക്ക് പ്രാന്താന്ന് പറയണവരാണെങ്കിലും, അവരുടെ സന്തോഷവും എന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി തന്നെ സമസ്ത പ്രപഞ്ചവും ഞാൻ ശുദ്ധമാക്കാനുള്ള എല്ലാവിധ പദ്ധതി ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ അതോടൊപ്പം തന്നെ ഈ പ്രവാസ ജീവിതവും കാര്യമൊന്നും വേണ്ട. മോദി പറയുന്നത് ഇന്ത്യയുടെ വിസ ആക്കാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ആക്കുമെന്ന്. ആദ്യം അദ്ദേഹത്തിനോട് ഇവിടെയുള്ള യങ്സ്റ്റേഴ്സിന് ജോലി കൊടുക്കാൻ പറ, അല്ലെങ്കിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ. ഓക്കെ, അതായത് ഇവിടെ ആരും ഇല്ല. ആ രീതിയിലാവുമ്പോൾ വാഗ്ദാനങ്ങളെല്ലാം അല്ലെ 2014 തുടങ്ങിയതാണ് ഈ അപ്പൂപ്പന്മാരെ, ചായക്കടക്കാരൻ. അപ്പൊ ഇതെല്ലാം ഇനി എന്തോരോന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കും. അപ്പൊ ഈ വിശ്വാസം എനിക്ക് എന്തായാലും ഈ സിസ്റ്റത്തിനോട് ഇല്ല. അതോടെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം ഞാൻ എക്സെപ്റ്റ് ആണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആക്കാനുള്ള കാര്യം എനിക്ക് എന്റെ കയ്യിലുണ്ട്. എന്റെ റിലാക്സ് കോഴ്സ് ഉണ്ട്, യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് ഞാൻ ഇതെല്ലാം കഴുകി മാറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ സമസ്ത പ്രപഞ്ചം ഇനി ഇവിടെ വന്ന് ജീവിച്ചാൽ മതി എല്ലാവരും, അല്ലെ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും, നമ്മുടെ നാട്ടിലും നമ്മുടെ സ്വന്തം നാട്ടില് കുഞ്ഞുങ്ങളുടെ ഒപ്പം, ഭാര്യയോടൊപ്പം, അമ്മയുടെ അച്ഛനൊപ്പം, ഈ പറയുന്ന വൃദ്ധസദനം എല്ലാം കൂടിക്കൊണ്ടിരിക്കണേ. അപ്പൊ അതൊന്നും വേണ്ട. ഓക്കെ, അതെല്ലാം അവരുടെ അപ്പുമാരുടെ കളിയാണ്. അതായത് ആ ഒരു അമേരിക്കൻ സ്റ്റൈൽ ഇവിടെ കൊണ്ടുവരാനുള്ള സാത്താൻ സേവ, അല്ലെ, ദൈവവിശ്വാസമൊന്നും ഇല്ല വിഡ്ഢികൾക്ക്. അപ്പൊ ഇതെല്ലാം അവരുടെ മാട്രിക്സ് തന്നെ ആയിരുന്നു. അപ്പൊ ഇതെല്ലാം കഴുകി മാറ്റി ആ പരിശുദ്ധമാക്കുന്നതാണ് ഞാൻ. ഓക്കെ.